ന്യായമായ കാരണങ്ങളില്ലാതെ തുടർച്ചയായി 10 ദിവസത്തിൽ കൂടുതൽ ജോലിക്ക് ഹാജരാകാത്ത ജീവനക്കാരനെ തൊഴിലുടമയ്ക്ക് പിരിച്ചുവിടാമെന്ന് UAE സുപ്രീം കോടതി വിധിച്ചു. ന്യായമായ കാരണവും അനുമതിയുമില്ലാതെ കൂടുതൽ ദിവസങ്ങൾ ജോലിക്ക് ഹാജരാകാതിരിക്കുന്നത് UAE ഫെഡറൽ നിയമത്തിനെതിരാണെന്നും കോടതി നിരീക്ഷിച്ചു. തന്നെ ജോലിയിൽ നിന്നും അന്യായമായി പിരിച്ചുവിട്ടതിനെതിരെ ഒരു ജീവനക്കാരൻ നൽകിയ പരാതി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. 9 ദിവസം നീണ്ടുനിന്ന പെരുന്നാൾ അവധി ദിവസത്തിൽ കുവൈത്തിൽ ഗതാഗത ലംഘകരെ കണ്ടുപിടിക്കാൻ വ്യാപകമായ പരിശോധന നടന്നു. സ്വദേശികളെ ഉന്നം വെച്ചായിരുന്നു പരിശോധനയിൽ ജനറൽ ട്രാഫിക് ഉദ്യോഗസ്ഥർ 6224 ആളുകളെയും 222 വാഹനങ്ങളെയും പിടിച്ചെടുത്തു. ഇതിൽ 30 പേർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ട്രാഫിക് വിഭാഗം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ അലിയുടെ നിർദ്ദേശപ്രകാരമാണ് നിയമവിരുദ്ധരെ കണ്ടെത്താനുള്ള ക്യാമ്പയിൻ നടന്നത്. അൽഷമാലിൽ നടന്ന വാഹനാപകടത്തിൽ തമിഴ്നാട്ടുകാരനായ വിദ്യാർത്ഥി മരിച്ചു. ബിർള പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദർശ് കല്യാണരാമനാണ് അപകടത്തിൽ മരിച്ചത്. അമ്മയ്ക്കൊപ്പം ബീച്ചിൽ പോയി മടങ്ങും വഴി കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ആദർശ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. മാതാവിനെ ഗുരുതരമായ പരിക്കുകളോടെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിൽ പ്രവേശിച്ചു. സിറിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ചർച്ച ജനീവയിൽ നവംബർ 23 നടത്താൻ തീരുമാനിച്ചതായി അറബ് ലീഗ് അധ്യക്ഷൻ നബീൽ അൽ അറബി അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെയും അറബ് ലീഗിന്റെയും സിറിയയിലെ പ്രത്യേക ദൂതൻ ലഗ്ദർ ബ്രാഹിമിയുമായി ഇതേക്കുറിച്ച് ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചയ്ക്കുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ചർച്ചയുടെ തീയതി ഔദ്യോഗികമായി നിശ്ചയിച്ചിട്ടില്ലെന്ന് ലഗ്ദർ ബ്രാഹിമി പറഞ്ഞു. കാലതാമസം വന്ന സമാധാന ചർച്ച എത്രയും വേഗം നടത്താനായി നവംബർ 23, 24 എന്നീ ദിവസങ്ങൾ തീരുമാനിച്ചെന്നും എന്നാൽ സമാധാന ചർച്ചയിൽ പങ്കെടുക്കുന്ന റഷ്യയും ഐക്യരാഷ്ട്രസഭയും ചർച്ചയ്ക്കുള്ള തീയതി അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 11 ദിവസത്തെ ബലിപ്പെരുന്നാൾ അവധിക്ക് ശേഷം സൗദി അറേബ്യയിലെ സ്കൂളുകൾ നാളെ തുറക്കും. 9 ദശലക്ഷം വിദ്യാർത്ഥികളാണ് വിദ്യാലയങ്ങളിൽ മടങ്ങിയെത്തുക. പ്രൈമറി സ്ഥാപനങ്ങൾക്ക് പുറമെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളും നാളെ തുറക്കും. കൽക്കരി കേസിൽ CBI ചൊവ്വാഴ്ച സുപ്രീം കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ടിൽ കുമാരമംഗലം ബിർളയ്ക്കെതിരെയുള്ള FIRന്റെ വിവരമടക്കം ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. കേസിൽ വെള്ളിയാഴ്ച വരെ നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് CBI സുപ്രീം കോടതിയിൽ സമർപ്പിക്കുക. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തന്റെ 90ാം ജന്മദിനം ആഘോഷിച്ചു. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ കുടുംബത്തോടൊപ്പം ലളിതമായിട്ടായിരുന്നു ആഘോഷം. മുഖ്യമന്ത്രിയടക്കം രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ നേരിട്ടും ഫോണിലൂടെയും പിറന്നാൾ ആശംസകൾ നേർന്നു. അഴിമതിക്കും ജനദ്രോഹ നടപടികൾക്കുമെതിരായ പോരാട്ടം തുടരുമെന്ന് ആശംസകൾക്ക് നന്ദി പ്രകാശിപ്പിച്ച് VS പറഞ്ഞു. 90ാം ജന്മദിനാശംസകൾ നേരാൻ രാവിലെ മുതൽ കന്റോൺമെന്റ് ഹൌസിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുരേഷിന്റെ ഭാര്യയും കുട്ടികളുമാണ് ആദ്യമെത്തിയത്. പിന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ധനമന്ത്രി KM മാണി, RSP നേതാവ് TJ ചന്ദ്രചൂഡൻ, KPCC ജനറൽ സെക്രട്ടറി ശരത് ചന്ദ്ര പ്രസാദ്, BJP നേതാക്കളായ O രാജഗോപാൽ, V മുരളീധരൻ തുടങ്ങിയവർ വീട്ടിലെത്തി ആശംസകൾ അർപ്പിച്ചു. CPM ദേശീയ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്, പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരായ AK ആന്റണി, വയലാർ രവി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, സ്പീക്കർ G കാർത്തികേയൻ തുടങ്ങിയവർ ടെലിഫോണിലൂടെ ആശംസകൾ അർപ്പിച്ചു. മീഡിയ വണ്ണിന് വേണ്ടി ഡെപ്യൂട്ടി എഡിറ്റർ വയലാർ ഗോപകുമാർ ഉപഹാരം സമർപ്പിച്ചു. ഇതിനുശേഷം ഭാര്യ, സഹോദരി ആഴിക്കുട്ടി, മകൻ അരുൺകുമാർ, കൊച്ചുമക്കൾ, സഹപ്രവർത്തകർ എന്നിവർക്കൊപ്പം കേക്ക് മുറിച്ചു. ശേഷം ആറ്റിക്കുറുക്കിയ വാക്കുകളിൽ നന്ദി പ്രകാശനം. അതിലും പോരാട്ടത്തിന്റെ ഉറച്ച ശബ്ദം. ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിക്കുകയും ഉമ്മൻചാണ്ടിയുടെ അഴിമതിയെ സംബന്ധിച്ചുള്ള ഒരു ജുഡീഷ്യൽ എൻക്വയറി നടക്കുകയും ചെയ്യുന്നിടം വരെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിൽ ഞാനും അവരുടെ എല്ലാം ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ആശംസകൾ. പിന്നെ മാധ്യമപ്രവർത്തകർക്കും ആശംസകൾ അറിയിക്കാനെത്തിയവർക്കും പായസവും കേക്കും വിതരണം ചെയ്തു. 90ാം ജന്മദിനത്തിലും തന്റെ പോരാട്ട വീര്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു VSന്റെ വാക്കുകൾ. ഇനിയുള്ള രാഷ്ട്രീയ യാത്രകളും ആ പോരാട്ട വീതിയിൽ കൂടെ തന്നെയായിരിക്കും എന്ന് തെളിയിക്കുന്നതാണ് ആ സംസാരം. ക്യാമറാമാൻ ഡാറ്റസ് വെലായുധനോടൊപ്പം സവാദ് മുഹമ്മദ്, മീഡിയ വൺ, തിരുവനന്തപുരം. കടലിനക്കരെ പ്രിയ സഖാവിന്റെ നവതിയാഘോഷം നടക്കുമ്പോൾ കൂടെ ഇല്ലാതായിപ്പോയ ദുഃഖത്തിലാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ 2 മുൻ സഹപ്രവർത്തകർ. ഈ അവസരത്തിൽ സഖാവിന്റെ അടുത്തില്ലാത്തത് ഏറെ വിഷമകരമാണെന്ന് അദ്ദേഹത്തിന്റെ മുൻ PA സുരേഷും പ്രസ് സെക്രട്ടറി ബാലകൃഷ്ണനും പറഞ്ഞു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ജോലി നഷ്ടപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത ഇരുവരും അതിരാവിലെ VSനെ ടെലിഫോണിൽ വിളിച്ച് നവതി ആശംസ അറിയിച്ചു. 90ാം വയസ്സിലും VS പോരാട്ട വീര്യം മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ആരോഗ്യ ദൃഢഗാത്രനായി VSന് ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയട്ടെ എന്ന് ഇരുവരും ആശംസിച്ചു. ഒരിടവേള കൂടി.
തൃശൂർ കാതികൂടം നിറ്റ ജലാറ്റിൻ കമ്പനിക്കടുത്തുള്ള തോട്ടിൽ വീണ്ടും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. താൽക്കാലികമായി അടച്ച കമ്പനി തുറന്ന ശേഷം മാലിന്യം പുറത്തു തള്ളിയിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ചാലക്കുടി പുഴയിലും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയിരുന്നു. ചാലക്കുടി പുഴയിൽ നിന്നെടുത്ത വെള്ളത്തിൽ വ്യാപകമായി മാലിന്യം കണ്ടതിനെ തുടർന്ന് തൃശൂർ കാതികൂടത്തെ നിറ്റ ജലാറ്റിൻ കമ്പനി അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരുന്നു. എന്നാൽ 2 ദിവസം മുമ്പ് കമ്പനി വീണ്ടും തുറന്നു. മാലിന്യമൊഴുക്കുന്ന പൈപ്പ് ജനങ്ങൾ തകർത്തതിനാൽ പാടത്തുകൂടിയുണ്ടാക്കിയ പുതിയ ചാലിലൂടെയാണ് മാലിന്യമൊഴുക്കിയിരുന്നത്. ഇത് ചെന്നെത്തുന്ന വലിയ തോട്ടിലാണ് ഇപ്പോൾ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. മാസങ്ങൾക്ക് മുമ്പ് മാലിന്യമൊഴുക്കിയിരുന്നത് ചാലക്കുടി പുഴയിലേക്ക് നേരിട്ടായിരുന്നു. സംഭവത്തിൽ കമ്പനിക്ക് പങ്കില്ലെന്നാണ് കമ്പനിയുടെ ആവർത്തിച്ചുള്ള വിശദീകരണം. എന്നാൽ വിഷയം ഗൗരവമേറിയതാണെന്നും ഉടൻ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കമ്പനിയുടെ ബാക്കിലെ ചതുപ്പ് നിലങ്ങളിലേക്ക് ഈ വേസ്റ്റ് അടിച്ചു കൂട്ടുകയാണ്. ഇതിൻ്റെ രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ അളവ് കൂട്ടുമ്പോൾ ഈ വെള്ളം സീപ്പേജ് വഴി തോട് വഴി ഈ പെരുന്തോട്ടിലേക്കാണ് എത്തുന്നത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പുഴയിലേക്ക് എത്തുന്നത് ഈ തോട്ടിലൂടെയാണ്. ഇത് രാത്രി കാലങ്ങളിൽ ഇത് തുറന്നു വിട്ടതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ അവിടെ ആ തോട്ടിലുള്ള മീനുകൾ ഈ തൂളിയൊക്കെയാണ്. അതൊക്കെ ഏകദേശം മൊത്തം ചത്തുപോകുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. രാത്രി തന്നെ നാട്ടുകാർ കമ്പനിയിലേക്ക് ചത്ത മത്സ്യങ്ങളുമായി മാർച്ച് നടത്തി. കമ്പനിയുടെ ചുറ്റുമതിലിന് സമീപത്തു നിന്നും മാലിന്യം ഒഴുകിയെത്തുന്നത് ഇതേ തോട്ടിലേക്കാണ്. പാടത്തേക്ക് കമ്പനി തുറന്നുവിട്ട മാലിന്യം തോട്ടിലേക്കെത്തിയതാണ് ഇപ്പോഴുണ്ടായ സംഭവത്തിന് കാരണം. തങ്ങൾ മലിനീകരണം നടത്തുന്നില്ലെന്ന് കമ്പനി തുടർച്ചയായി പറയുമ്പോഴും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നത് കമ്പനിയുടെ പ്രവർത്തനം സുതാര്യമല്ലെന്നതിനുള്ള തെളിവാണെന്നും നാട്ടുകാർ പറയുന്നു. മാലിന്യത്തിന്റെയും ചത്തുപൊങ്ങിയ മത്സ്യങ്ങളുടെയും വെള്ളത്തിന്റെയും സാമ്പിൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മീഡിയ 1 തൃശൂർ. വെള്ളിത്തിരയിലെ സാന്നിധ്യത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന 2 നക്ഷത്രങ്ങൾ കണ്ടുമുട്ടി. ബോളിവുഡിനെ കീഴടക്കിയ വിശ്വസുന്ദരി ഐശ്വര്യ റായിയും മലയാളത്തിന്റെ പ്രിയതാരം മഞ്ജു വാര്യറും തിരുവനന്തപുരത്ത് ഒത്തുചേർന്നപ്പോൾ ഒരു നോക്ക് കാണാനായി തടിച്ചുകൂടിയത് ആരാധകരുടെ നീണ്ട നിര. ഇരുവർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനെത്തിയ ശേഷം ആദ്യമായാണ് ഐശ്വര്യ തിരുവനന്തപുരത്തെത്തുന്നത്. മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത് 14 വർഷത്തിന് ശേഷവും. ഒരു മടങ്ങിവരവിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു താരസുന്ദരികളുടെ കൂടിക്കാഴ്ച. കാത്തുനിന്ന ആരാധകരോട് വീണ്ടും തിരുവനന്തപുരത്തെത്തിയ സന്തോഷം ഐശ്വര്യ പങ്കുവച്ചു. Tremendous recall for me today and thank you for so much love and such a warm welcome. God bless. അഭിനയ രംഗത്തേക്കുള്ള തിരിച്ചുവരവിന് മഞ്ജു വാര്യരും നന്ദി പറഞ്ഞു. ഒരുപാട് കാലത്തിന് ശേഷം അഭിനയ രംഗത്തേക്കുള്ള എൻ്റെ ഒരു തിരിച്ചുവരവിന് നിമിത്തമായത് കല്യാൺ ജ്വല്ലേഴ്സ് ആണ്. കല്യാൺ ജ്വല്ലറിയുടെ ദേശീയ അംബാസിഡറും കേരളത്തിന്റെ അംബാസിഡറും എന്ന നിലയിലാണ് ഇരുവരും ഒരു വേദിയിലെത്തിയത്. കല്യാണിന്റെ പുതിയ ഷോറും ഇരുവരും ചേർന്ന് ആനന്ദപുരിക്ക് സമ്മാനിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില ജനങ്ങൾക്കു വേണ്ടി ബോബിയൻ മറഡോണ. ഇനി കറൻസി നിലവാരം നോക്കാം. UAE ദിർഹം 16.67, സൗദി റിയാൽ 16.33, കുവൈറ്റ് ദിനാർ 216.74, ബഹ്റൈൻ ദിനാർ 162.41, ഖത്തർ റിയാൽ 16.82, ഒമാൻ റിയാൽ 159.4. Microdigit exchange rate brought to you by Microdigit. Microdigit. Hold your world. അന്തരീക്ഷത്തിലെയും പുഴയിലെയും മലിനീകരണത്തിന്റെ തോതറിയാൻ ഇതാ ഒരു എളുപ്പവഴി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കൊച്ചിയിൽ സ്ഥാപിച്ച ഓൺലൈൻ മോണിറ്ററിംഗ് സംവിധാനം വഴി ഇനി ഇത് എളുപ്പത്തിലറിയാം. വ്യവസായ നഗരമായ കൊച്ചിയിലെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോതറിയാനാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫാക്ട് ജംഗ്ഷനിൽ ഓൺലൈൻ മോണിറ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. ഫാക്ട് പരിസരത്ത് അന്തരീക്ഷത്തിൽ ഏതൊക്കെ മാലിന്യങ്ങളാണ് കൂടുന്നതെന്നും ഒപ്പം ശുദ്ധവായു എത്രത്തോളം ഉണ്ടെന്നും ജനങ്ങൾക്ക് മോണിറ്ററിലൂടെ മനസ്സിലാക്കാം. പരീക്ഷണം വിജയമായതോടെ വൈറ്റില ജംഗ്ഷനിലും മോണിറ്റർ സംവിധാനം സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഇത് ജനങ്ങൾക്കൊരു സുതാര്യമായിട്ട് തന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ള അറിയാൻ സാധിക്കും. പബ്ലിക്കിലുള്ള ആശങ്ക ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് ശരിയായ സമയത്ത് തന്നെ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് ഈ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ പെരിയാറിലെ മലിനീകരണ തോതറിയാനുള്ള സംവിധാനവും നിലവിലെ മോണിറ്ററിലുണ്ട്. പുഴയിലെ മാലിന്യത്തിന്റെ തോതറിയാനുള്ള ഇത്തരമൊരു സംവിധാനം ഇന്ത്യയിൽ തന്നെ ആദ്യമാണ്. 1 കോടി രൂപ മുതൽ മുടക്കിലാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. മീഡിയ 1 കൊച്ചി. ബി പോസിറ്റീവ് ഫ്രം ബ്രൈറ്റ് ലൈറ്റ്. വിരൽ തുമ്പിലെ സൂര്യൻ ബ്രൈറ്റ് ലൈറ്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചെറുകിട തൊഴിൽ തേടി ഗൾഫിലേക്ക് പോകുന്നവരുടെ എണ്ണത്തിൽ വൻ ഇടിവ്. 5 വർഷത്തിനിടെ 88% ഇടിവുണ്ടായെന്ന് പ്രവാസികാര്യ മന്ത്രാലയത്തിന്റെ കണക്ക്. സുരക്ഷാ സമിതി അംഗത്വം സ്വീകരിക്കില്ലെന്ന് കുവൈത്തും. കഴിഞ്ഞയാഴ്ച സൗദി അറേബ്യ സുരക്ഷാ സമിതി അംഗത്വം നിരസിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇരട്ടത്താപ്പെന്ന ആരോപണം. വിദേശികൾ കുവൈത്തിൽ പ്രവേശിക്കുമ്പോഴും ഇഖാമ പുതുക്കുമ്പോഴും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് നിർദ്ദേശം. ഇന്ത്യയടക്കമുള്ള 33 രാജ്യങ്ങളിലുള്ളവർക്ക് നിയമം ബാധകം. ഖത്തറിലെ പ്രമുഖ വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം. സർക്കാർ വെബ്സൈറ്റുകളും ഇരയായി. സംശയം സിറിയയിലെ സർക്കാർ അനുകൂല ഹാക്കർമാരായ ഇലക്ട്രോണിക് ആർമിയെ. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.